ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ വന്നത് ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോഴാണ് അറിയുന്നത്. എന്നോട് ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. കോർ കമ്മിറ്റിയിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു. പക്ഷേ കോർ കമ്മിറ്റി ഇന്നിപ്പോൾ ഇത്രയും നേരമായിട്ടും വിളിച്ചില്ല. അനൗൺസ് ചെയ്തതായിട്ട് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. അതെന്താണെന്നുള്ളത് DCC പ്രസിഡന്റും അതിൻ്റെ ചാർജുള്ള ആളുകളും പറയട്ടെ. ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളത് KPCC പ്രസിഡന്റും ഉന്നത നേതാക്കളും ആലോചിക്കട്ടെ. ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്നാണ് നേതൃത്വം തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കും. ഞാൻ കൗൺസിലറായിട്ട് ഇരിക്കണമെന്നാണ് നേതൃത്വം ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ഇരിക്കും. മേയർ ആകണമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ അങ്ങനെയും ഇരിക്കും. ഞാൻ പാർട്ടി ജയിക്കണമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. UDF ജയിക്കണമെന്ന് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിലെനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് മേയർ ആകുന്നതോ ആകാതിരിക്കുന്നതോ എന്നെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യമേ അല്ല. എന്നെ സംബന്ധിച്ച് UDF 46 സീറ്റ് വാങ്ങിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ റിപ്പോർട്ടിനൊപ്പം ചേരുകയാണ്. അതായത് ഇവിടെ ഈ KPCC മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നുള്ളത് വ്യക്തമാവുമല്ലേ ശരിക്കും? അല്ല, അങ്ങനെ എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ വന്നത് ഞാനിപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോഴാണ് അറിയുന്നത്. എന്നോട് ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഞാനും ചാനൽ വഴിയാണ് ഞാനും അറിഞ്ഞത്. അല്ല, ഇത് ശരിക്കും ഒരു ആശയവിനിമയമോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ തർക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കോർ കമ്മിറ്റി ചേർന്ന് തീരുമാനം എടുക്കേണ്ടതല്ലേ? അല്ല, അതിൻ്റെ അകത്ത് ഒന്നിലധികം ആളുകൾ വരികയാണെങ്കിൽ തർക്കമുണ്ടായാൽ KPCC അതിൻ്റെ അകത്ത് ഒരു KPCCയുടെ തീരുമാനത്തിന് വിടുകയോ അല്ലെങ്കിൽ അവിടുന്ന് നിരീക്ഷകൻ വന്ന് ആളുകളുടെ അഭിപ്രായം എടുക്കുകയോ ചെയ്യുന്നതാണ് നമ്മൾ സാധാരണയായി അവലംബിക്കാറുള്ള ഒരു രീതിയും. KPCC സർക്കുലറും അത് തന്നെയാണ്. പക്ഷേ ഇന്നലെ ഇപ്പോൾ ശ്രീ ഡൊമിനിക് പ്രസന്റേഷനും അതുപോലെ GCDയുടെ മുൻ ചെയർമാനായിരുന്ന N വേണുഗോപാലുമാണ് പരസ്യമായിട്ട് ആളുകളുടെ അഭിപ്രായം എടുത്തത്, എൻ്റെ ഉൾപ്പെടെയുള്ള അഭിപ്രായം എടുത്തിരിക്കുന്നത്. അതിൽ പല ആളുകളും പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. ചില ആളുകൾ ചില പേരുകൾ പറഞ്ഞു, 2 പേരുകൾ പറഞ്ഞവരുണ്ട്. പക്ഷേ അതിൻ്റെ കണക്ക് എത്ര ആണെന്നും എങ്ങനെയാണെന്നും ഒന്നും എന്നെ അറിയിച്ചിട്ടില്ല. കോർ കമ്മിറ്റി വിളിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. കോർ കമ്മിറ്റിയിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു. പക്ഷേ കോർ കമ്മിറ്റി ഇന്നിപ്പോൾ ഇത്രയും നേരമായിട്ടും വിളിച്ചില്ല. അനൗൺസ് ചെയ്തതായിട്ട് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. അതെന്താണെന്നുള്ളത് DCC പ്രസിഡന്റും അതിൻ്റെ ചാർജുള്ള ആളുകളും പറയട്ടെ. സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് ആ പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പായിട്ട് ഒരു ആശയവിനിമയമോ അങ്ങനെയൊക്കെ നടത്തിയിട്ടാണ് ഈ പ്രഖ്യാപനത്തിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെ ഒരു ആശയവിനിമയം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നോട് നിലവിൽ അങ്ങനെ ഒരു ആശയവിനിമയം ഉണ്ടായിട്ടില്ല. ഇനി വിളിക്കുമോയെന്ന് അറിയില്ല എനിക്ക്. ഈ മാനദണ്ഡം ലംഘിച്ചത് അക്കാര്യം KPCCയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് അത് പറഞ്ഞിട്ടുണ്ട്, KPCC പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട്. അതൊരു പരാതിയായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണോ? കാരണം ഇതിനെ ആവർത്തിക്കാൻ പാടില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഇത്രയും കാലം സജീവ പ്രവർത്തകയായിരുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളത് KPCC പ്രസിഡന്റും ഉന്നത നേതാക്കളും ആലോചിക്കട്ടെ. എന്നെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല. ഞാൻ പരാതി കൊടുക്കുന്നതിനെക്കുറിച്ച് ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ആവശ്യം വന്നാൽ അത് കൊടുക്കും. പാർട്ടിയിൽ അടിയുറച്ച് നിന്നതാണ്. പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്തായാലും നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നു. അതിനുശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ആ ഒരു നേതൃത്വ മികവ് കാട്ടുകയും അത് വിജയത്തിലേക്ക് എത്തുകയും ചെയ്തായിരുന്നു. സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് പാർലമെന്ററി രംഗത്ത് ഒരു പരിഗണന കൊടുക്കേണ്ടതല്ലേ? അല്ല, എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് സംഘടനാ രംഗത്ത് ആയിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും ആൾ വേണമല്ലോ. എല്ലാവരും പാർലമെന്റ് രംഗത്ത് തന്നെ പോയാൽ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ആളുണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്നാണ് നേതൃത്വം തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കും. ഞാൻ കൗൺസിലറായിട്ട് ഇരിക്കണമെന്നാണ് നേതൃത്വം ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ഇരിക്കും. മേയർ ആകണമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ അങ്ങനെയും ഇരിക്കും. എനിക്ക് എന്തായാലും ഞാൻ കോൺഗ്രസ്സുകാരിയാണ്. കോൺഗ്രസ് ആണ് എൻ്റെ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ വിജയമാണ് എൻ്റെ ലക്ഷ്യം. കോൺഗ്രസിൻ്റെ ആശയങ്ങളാണ് എന്നും ഞാൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഇനി മുമ്പോട്ടും അങ്ങനെ ആയിരിക്കും. വിജയിച്ച എല്ലാവർക്കും, ഈ 46 UDF കൗൺസിലർമാർക്കും എൻ്റെ എല്ലാ പിന്തുണയും KPCC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കുണ്ടാവും. പുതിയ വരുന്ന മേയർക്കും അത്തരത്തിലുള്ള എല്ലാ സഹായവും എല്ലാ പിന്തുണയും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇപ്പോൾ ഈ ഗ്രൂപ്പുകളുടെ അതിപ്രസരമാണോ താങ്കൾക്ക് ഇത്തരത്തിലൊരു മേയർ സ്ഥാനം കിട്ടാതെ പോയതിൽ? അങ്ങനെ ഒന്ന് കാണുന്നുണ്ടോ അതിനെ? എനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് കാരണമെന്നോ ഏത് ക്രൈറ്റീരിയയാണ് അവലംബിച്ചോന്നോ എനിക്കറിയില്ല. അതിൻ്റെ നേതൃത്വം കൊടുത്ത ആളുകളും DC പ്രസിഡന്റും പറയട്ടെ. നേരത്തെ തന്നെ പാർട്ടിയിലുണ്ടായിരുന്ന ഒരു വികാരമാണ് ഇപ്പോൾ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. അല്ലാതെ തന്നെ ഉണ്ടായിരുന്ന വിമർശനമാണ് ചിലർ ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ എടുക്കണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇതിനെ? അതൊക്കെ ഇനിയും വരും ദിവസങ്ങളിൽ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല.
ഞാൻ ഏതാനും മണിക്കൂർ മുമ്പ് പ്രതിപക്ഷ നേതാവായിട്ട് ഇന്ന് 1-2 തവണ ഞാൻ സംസാരിച്ചിരുന്നു. എന്നോട് മറിച്ചൊരു തീരുമാനം ഇന്നതാണെന്നോ ഇന്നത് തീരുമാനിക്കാൻ പോവുകയാണെന്നോ ചാർജുള്ള ഒരു ആളെന്നുള്ള നിലയ്ക്ക് എന്നോട് അറിയിച്ചിട്ടില്ല. ഇനിയും ചിലപ്പോൾ എന്നെ വിളിക്കുമോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതുവരെ എന്നോട് അങ്ങനെ ഔദ്യോഗികമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. DCCന്നും ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല. ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവുന്നതിന് മുമ്പ് കോർ കമ്മിറ്റി വിളിക്കുമെന്ന് DCC പ്രസിഡന്റ് പറഞ്ഞിരുന്നു. കോർ കമ്മിറ്റി എന്തായാലും വിളിച്ചിട്ടില്ല ഇന്ന്. ഈ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ അത് നേതൃത്വം പരിഗണിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ടോ? അല്ല, ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നേതൃത്വത്തിന് അറിയാമല്ലോ. നേതൃത്വത്തിൽ ഇരിക്കുന്നവർ തന്നെയാണല്ലോ ഇതിൻ്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ള ആളുകൾ. അവർക്കറിയാമല്ലോ. അവർ ആലോചിക്കട്ടെ. ഇപ്പം ഏത് തെരഞ്ഞെടുപ്പിലായാലും എന്ത് തീരുമാനത്തിലായാലും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കൂടി ആലോചിക്കേണ്ട പ്ലാറ്റ്ഫോമുകളുണ്ട്, നേതൃത്വമുണ്ട്. അവർ കൂടി ആലോചിക്കട്ടെ, അവർ തീരുമാനിക്കട്ടെ. ഏറ്റവും ഒടുവിലായി DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് താങ്കൾക്ക് എന്ത് പരാതി ഉണ്ടെന്നുണ്ടെങ്കിലും അത് പരിശോധിക്കും, പരിഗണിക്കും എന്നുള്ളതാണ്. അല്ല, ഞാൻ അദ്ദേഹത്തോട് പരാതി പറയാനൊന്നും പോകുന്നില്ല. അദ്ദേഹം DC പ്രസിഡന്റ് അല്ലേ. അദ്ദേഹത്തിന് ഉചിതമെന്ന് തോന്നുന്നത് അദ്ദേഹം ചെയ്യട്ടെ. ഞാൻ KPCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെക്കാൾ മുമ്പ് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ വന്നിട്ടുള്ള ആളാണ്. എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ KPC പ്രസിഡന്റിനോട് പറയും. അല്ലെങ്കിൽ അതിന് മുകളിൽ ACC ജനറൽ സെക്രട്ടറി ഇൻചാർജ് ഉണ്ട്, അവരോടൊക്കെയാണല്ലോ ഞാൻ പറയേണ്ടത്. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ, പ്രതിപക്ഷ നേതാവിനോടും പറയും. തീർച്ചയായിട്ടും എനിക്ക് പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം അത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി നിൽക്കണമെന്നും നേതൃത്വം കൊടുക്കണമെന്നും എന്നോട് പറഞ്ഞ ഒരാൾ. അദ്ദേഹത്തിന് ചാർജുള്ള കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് ഞാനത് ശിരസ വഹിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ അർത്ഥത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സഹപ്രവർത്തകർ, പുതുതായിട്ട് വന്ന കൗൺസിലേഴ്സ്, പല തെരഞ്ഞെടുപ്പ് വേളയിൽ പല പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവരോടൊപ്പം നിന്നിട്ടുണ്ട്. ഞാൻ പാർട്ടി ജയിക്കണമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. UDF ജയിക്കണമെന്ന് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിലെനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് മേയർ ആകുന്നതോ ആകാതിരിക്കുന്നതോ എന്നെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യമേ അല്ല. എന്നെ സംബന്ധിച്ച് UDF 46 സീറ്റ് വാങ്ങിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അവരോടൊപ്പമാണ് ഇപ്പം നിൽക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം, നേരത്തെ തൃക്കാക്കരയിൽ മത്സരിക്കാൻ വേണ്ടി LDF സമീപിക്കുന്ന, CPM സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും കോൺഗ്രസിനൊപ്പം അടിയുറച്ച നിലപാടെടുത്ത വ്യക്തിയാണ് ദീപ്തി മേരി വർഗീസ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു മേയർ സ്ഥാനം കിട്ടാത്തതിൽ ഞങ്ങൾക്ക് പരിഭവമുണ്ടെന്നുള്ള പ്രവർത്തകർ പറയുന്നുണ്ട്. അസംബ്ലി സീറ്റോ പാർലമെൻറ്റ് സീറ്റോ ഒക്കെ എനിക്ക് ശേഷം വന്ന എത്രയോ ആളുകൾക്ക് കിട്ടി. എനിക്കൊരു പരിഭവം തോന്നിയിട്ടില്ല. ആ സമയത്തൊക്കെ പാർട്ടി എനിക്ക് പല ഉത്തരവാദിത്തങ്ങളും തന്നിട്ടുണ്ട്. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പിന്നീടുമൊക്കെ തന്നിട്ടുണ്ട്. അത് ചെയ്യുകയല്ലാതെ അതിനപ്പുറമായി എനിക്കൊരു മത്സരത്തിനൊരു സാഹചര്യം നേതൃത്വം തന്നാൽ ഞാൻ മത്സരിക്കും. അതാണ് എനിക്കിപ്പോൾ തന്നിരിക്കുന്നത്. ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം വളരെ വലിയതായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഞാനത് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നേതൃത്വം അത് കൺസിഡർ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രവർത്തകരുടെ ഈ ഒരു വികാരം സ്വാഭാവികമെന്നാണ്. പ്രവർത്തകർക്ക് തീർച്ചയായിട്ടും അവർ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ഞാൻ അവരോട് പറഞ്ഞു, എന്നെ വിളിച്ച എല്ലാവരോടും ഞാൻ പറഞ്ഞു. എൻ്റെ കൂടെ പ്രവർത്തിച്ചവരുണ്ട്. കുറേ കാലം പല സ്ഥലങ്ങളിൽ നിന്ന്, എൻ്റെ ഡിവിഷനിൽ മാത്രമല്ല, എറണാകുളം പട്ടണത്തിൽ പുറത്തുമൊക്കെ നിരവധി ആളുകൾ എന്നെ വിളിച്ചു. ഞാൻ അവരോട് പറഞ്ഞതൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ കോൺഗ്രസ്സുകാരാണ്, നമ്മൾ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ്സിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അകത്ത് ഒരു പദവി കിട്ടുന്നത് അതൊക്കെ ആപേക്ഷികമാണ്. അതൊക്കെ ചിലപ്പോൾ കിട്ടും, അത് എത്ര കാലം ഉണ്ടാകും, അത് കഴിഞ്ഞാൽ അത് പോകും. അതിനപ്പുറമായി ഈ നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ രാജ്യത്തൊക്കെ കോൺഗ്രസിൻ്റെ ആശയങ്ങൾ ഉണ്ടാകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ മതേതരത്വവും ജനാധിപത്യവും പലപ്പോഴും ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിൽ അതൊക്കെ ഊട്ടിയുറപ്പിക്കണമെങ്കിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം വേണം. ആ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പോരാളിയാവുക എന്നത് മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ.